എന്തായാലും ഈ വിദ്യാർത്ഥികൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒന്നര മാസമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാനേജ്മെൻറ്റിന് പിന്നാലെ നടക്കുന്നു. പക്ഷേ പ്രിൻസിപ്പൽ അവരെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല, അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് പഠിക്കാൻ ഇവിടെ എത്തിയ ആ കുട്ടി മിർച്ചി മാർപ്പു ആത്മഹത്യ ചെയ്തതിന് ശേഷം വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയതിന് ശേഷം മാത്രം ഇതിലൊരു തീരുമാനം വരുന്നു. അതുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇങ്ങനെ തീരുമാനമെടുക്കാവുന്ന ഒരു കാര്യമാണ് 1.5 മാസം ദീർഘിപ്പിച്ചതെങ്കിൽ തീർച്ചയായും ഉത്തരവാദികൾ നടപടിക്ക് വിധേയരാവേണ്ടവർ തന്നെയാണ്, അത് പ്രിൻസിപ്പലായാലും ആരായാലും. മറ്റു വാർത്തകളിലേക്ക്. അർജുൻ ആംഗിക്ക് എതിരെ കാപ്പ ചുമത്താനുള്ള നടപടി തുടങ്ങി പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. സിറ്റി പോലീസ് കമ്മീഷണറാണ് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് വ്യക്തമാക്കി. നിഖിൽ എ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ ഗുരുതരമായ ക്രിമിനൽ കേസുകളുടെ എണ്ണം കണക്കാക്കി തന്നെയാണല്ലോ സ്വാഭാവികമായും കാപ്പ ഒക്കെ ചുമത്തുക. അപ്പോൾ ആ നിലയ്ക്ക് കാപ്പ ചുമത്താവുന്ന തരത്തിലുള്ള കേസുകളുടെ എണ്ണം ഇപ്പോൾ ഇയാൾക്കെതിരെ ഉണ്ടോ, ഈ അർജുൻ ആംഗിക്കെതിരെ ഉണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ഇനി തുടർന്ന് ഈ പോലീസിൻ്റെ പ്രതികാര നടപടി എന്ന നിലയ്ക്കൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുമോ? എന്താണ് അവസ്ഥ? ഹർഷൻ, ഏതായാലും നിലവിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 23 കേസുകളാണ് അർജുൻ ആയിക്കെതിരെ നിലവിലുള്ളത്. അതിൽ 2015-17 കാലഘട്ടത്തിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 9 കേസുകളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ആ 9 കേസുകളും രാഷ്ട്രീയ കേസുകളാണ് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് കരിപ്പൂരിൽ കേസുണ്ട്, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കൂടി അർജുൻ ആയിയുടെ പേരിലുണ്ട്. അങ്ങനെയാണ് ആകെ 23 കേസുകൾ ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസിനെ വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ടതും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ വെല്ലുവിളിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കേസുകൾ കൂടി നിലവിൽ ഉള്ള സാഹചര്യത്തിലും അതിൻ്റെ അന്വേഷണം ഉൾപ്പെടെ മുന്നോട്ട് പോവുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തുക എന്നൊരു നടപടിയിലേക്ക് പോകാനുള്ള തീരുമാനമായത്. കഴിഞ്ഞ ദിവസമാണ് ഈ വളപട്ടണം SHO കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. കമ്മീഷണർ ഇപ്പോൾ അത് ജില്ലാ കലക്ടർക്ക് നൽകിയിരിക്കുന്നു. കാപ്പ ചുമത്തുന്നതിൽ കാപ്പ നടപടിക്രമ പ്രകാരം ജില്ലാ കലക്ടറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കമ്മീഷണറുടെ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കണ്ണൂർ ജില്ലാ കലക്ടർ പറയുന്നത്. ഇനി ജില്ലാ കലക്ടറുടെ തീരുമാനമനുസരിച്ചായിരിക്കും ഈ കാപ്പ ചുമത്തുന്നതിലെ അന്തിമ ഒരു ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.